വാങ്ങിക്കുന്നത് റാപ്പ് സംഗീതം അവിടെ വന്നപ്പോൾ റാപ്പ് അല്ല ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗങ്ങളുടെ തനത് കലാരൂപം, അതല്ല വംശനാശ ഭീഷണി നേരിടുന്ന കലാരൂപം. അപ്പൊ അതവിടെ സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞു. രാസലഹരി പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് പറയേണ്ടി വന്നു, ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്ക് തെറ്റുപറ്റി എന്ന് തുറന്നു പറഞ്ഞ ഒരു വ്യക്തി ആ കേസ് ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടില്ല. കേസ് FIR ഇട്ട് എടുത്തത് കേസാണ്. അപ്പൊ ഞാൻ ഉപയോഗിച്ചു, എനിക്ക് തെറ്റുപറ്റി, ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണോ ഈ കൗമാരപ്രായക്കാരടക്കം തിങ്ങിക്കൂടുന്ന ഒരു സദസ്സില് സർക്കാർ അതിഥിയായി ക്ഷണിക്കേണ്ടത്? അതെന്ത് സന്ദേശം കൊടുക്കണം? ഈ കേരളത്തിൽ കഞ്ചാവ് ഉപയോഗിക്കാത്തവരാരും ഇല്ല, ആ സദസ്സിലേക്ക് കൊണ്ടുവരാൻ അത്ര ശുദ്ധിയുള്ള ഒരാളെ കിട്ടില്ല. ഇതെന്ത് സന്ദേശമാണ് വരും തലമുറയ്ക്ക് കൊടുക്കുക? അതുകൊണ്ട് ഇദ്ദേഹം എവിടെ പരിപാടി അവതരിപ്പിക്കണം, മിടുക്കനായ കലാകാരനായി വരട്ടെ, മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, പക്ഷേ സർക്കാർ അതിഥിയായി വരരുത്. മുഖ്യമന്ത്രി അടക്കം തോളത്ത് കൈ തട്ടി പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ഒരാഴ്ച മുമ്പ് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട വ്യക്തിയാണ്, അതിനു മുമ്പ് സ്ത്രീ പീഡനത്തിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണ്, എനിക്ക് തെറ്റുപറ്റിയെന്ന് അവരോട് മാപ്പ് പറഞ്ഞ് ഒഴിവായ വ്യക്തിയാണ്. ഇങ്ങനെ ഒരു വ്യക്തിയല്ല കൗമാരപ്രായക്കാരുടെ യുവതയ്ക്ക് മുന്നിൽ മാതൃകയാക്കി കൊണ്ടുപോകേണ്ടത്. ഈ രണ്ട് കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നുമല്ല, ഈ ശശികല എത്ര വിവാദ പ്രസംഗങ്ങളും എത്ര വിദ്വേഷ പ്രസംഗങ്ങളും ഉണ്ടാക്കി, ഇത് സമുദായത്തിന് നാടിന് എന്ത് ഗുണമാണ് ഉണ്ടാക്കുക? ശശികല റാപ്പ് സംഗീതത്തിലൂടെ അവൻ്റെ വിഷമങ്ങൾ അവർ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവർ നിങ്ങൾ കാട്ടിക്കൂട്ടിയേക്ക് ഇത് വിളിച്ച് പറയുമ്പോൾ അവൻ്റെ സങ്കടങ്ങളാണ് അവൻ പറഞ്ഞത്. ഇപ്പം നീ വിഷക്കല പോലത്തെ ആളുകൾ ഇങ്ങനത്തെ ഇത് ചെയ്യുമ്പോൾ ഇതിൽ സമുദായത്തിന് എന്ത് ഇതാണ് കൊടുക്കുന്നത്? നിങ്ങൾ അവർ